ഓണം കഴിഞ്ഞ പിന്നെ മഹി മോളുമായിട്ട് ഇവിടെ ആയിരിക്കും താമസം. ഇവിടുന്ന് മാറി നിൽക്കാൻ ഇത് ഞങ്ങൾക്ക് അന്യ വീടൊന്നും അല്ലല്ലോ, സ്വന്തം വീടല്ലേ? അതെ, സ്വന്തം വീടാണ്. അതുകൊണ്ട് ഈ വീടിനകത്ത് താമസിക്കാൻ അർഹതയില്ലാത്തവരെയൊക്കെ ഏട്ടനും ഏട്ടത്തിയും ഇറക്കി വിടണം. അമ്മ ഇവിടെ തന്നെ നിന്നോട്ടെ, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ തോമസ് സാറിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഉണ്ണിയും അവന്റെ ഭാര്യയും ഇനി ഇവിടെ ഇല്ലാതിരിക്കുന്നതാ കണ്ണിട്ട നല്ലത്. അവള് മാറിയെന്നേ നമ്മളൊക്കെ വിശ്വസിക്കുമ്പോഴായിരിക്കും അവൾ ഒരു ദിവസം തനിഗുണം കാണിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ ലേഖേച്ചിക്കുള്ള വിവരം പോലും ഏട്ടത്തിക്കില്ലാന്ന്. ലേഖേച്ചി ഇപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞത് കുഞ്ഞിനെയും കൊണ്ട് കണ്ണേട്ടനും ഏട്ടത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അതറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. അപ്പതേ കുഞ്ഞിനെയും കയ്യിലെടുത്തിട്ട് താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു എന്റെ അമ്മ. കുറച്ച് കഴിയുമ്പോ താരാട്ടുന്ന കൈ കുഞ്ഞിന്റെ കഴുത്തിലോട്ട് നീളില്ലെന്ന് ആര് കണ്ടു? അയ്യോ മഞ്ജു, അങ്ങനൊന്നും പറയല്ലേ മഞ്ജു. ഇവള് പറയുന്നതൊന്നും കൂടുതലല്ല മോളെ. മോളെ സ്റ്റെപ്പിന്റെ മോളീന്ന് കരുണ തള്ളി താഴെ ഇട്ടപ്പോ പോലും സന്തോഷിച്ചവളാ ഞാൻ. ഈ പൊന്നു മോള് ജനിക്കരുതെന്ന് പോലും ആഗ്രഹിച്ചവളാ. പിന്നെ കോടതിയിലേക്ക് വന്ന ശേഷം സത്യങ്ങളൊക്കെ അറിഞ്ഞതിൽ പിന്നെ എന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞത്. ഞാൻ ആകെ മാറിയത്. മാറിയെന്ന് എന്താ ഇത്ര ഉറപ്പ്? നീ മാറിയില്ലേ മഞ്ജു? എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാതിരുന്നോ? ശരി ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോ ഏട്ടനും ഏട്ടത്തെയും കൂടെ ഫിനാൻസിയേഴ്സിലേക്ക് പോവും. ആ നേരത്ത് ഇവിടെ കുഞ്ഞിന് കൂട്ടായിട്ട് എന്റെ അമ്മയും ഉണ്ണിയും കരുണയൊക്കെ കാണും. അത് കുഞ്ഞിനെ ഗുണം ചെയ്യില്ല. ഞാനത്രേ പറയുന്നുള്ളൂ. അമ്മ വിഷമിക്കണ്ട. അവള് സാഗറൊക്കെ ഞങ്ങളെ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അവളും ഞങ്ങളുമൊക്കെ കള്ളം പറഞ്ഞപ്പോ അമ്മ ആ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ച സംഭവമൊക്കെ അവളുടെ മനസ്സിൽ കിടക്കുക. അതൊക്കെ മാറുമേ സാവകാശം. ഇനി ചിലപ്പോ അവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഏറ്റവും വലിയ കൂട്ട അമ്മയായിരിക്കും. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട. എനിക്ക് വിഷമൊന്നുമില്ല മോനെ. എന്നാലും ലേഖ ആള് കൊള്ളാം. നമ്മള് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ചൂടാറും മുമ്പ് മഞ്ജുവിനെ വിളിച്ചു പറഞ്ഞല്ലോ. അവക്കും പേടി കാണും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു ചെല്ലണം. അതിനുവേണ്ടി ചെയ്ത പണിയാ. അത് ശരിയാ.